രാഹുൽ മാങ്കൂട്ടത്തിൽ അതിജീവിതയുമായുള്ള ഒരു ചാറ്റ് പുറത്തു വന്നിരിക്കുന്നു. അതിൽ അതിജീവിതയെ ഭീഷണിപ്പെടുത്തുന്നതാണ് കാണാൻ കഴിയുന്നത്. അതിജീവിതയെ ഭീഷണിപ്പെടുത്തുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചാറ്റ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. തനിക്കെതിരെ നിന്നവർക്കും കുടുംബത്തിനുമെതിരെ അതേ നാണയത്തിൽ തിരിച്ചു കൊടുക്കുമെന്നാണ് ഭീഷണി. പേടിപ്പിക്കാൻ നീയെന്നല്ല, ലോകത്ത് ഒരു മനുഷ്യനും നോക്കേണ്ട എന്നും രാഹുൽ ഈ ചാറ്റിൽ പറയുന്നുണ്ട്. നീ എന്ത് ചെയ്താലും അതിന്റെ ബാക്കി ഞാൻ ചെയ്യുമെന്നുമുള്ള ഭീഷണിയും അതിലുണ്ട്. അപ്പോൾ കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിലെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ട് ക്രൈംബ്രാഞ്ച് പ്രത്യേക അന്വേഷണ സംഘം അപേക്ഷ നൽകും. സാജിദ് അജ്മലും ലിജോ റോളൻസും വിവരങ്ങൾ നൽകും. സാജിദ് അജ്മലിലേക്കാണ്. സാജിദ്, ചാറ്റ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. അതിജീവിതയുമായി നടത്തിയ ചാറ്റിന്റെ വിശദാംശങ്ങൾ. അതിൽ കൃത്യമായി തന്നെ അതിജീവിതയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് എല്ലാത്തരം പരാതികളിൽ നിന്നും പിൻവലിയണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി രാഹുൽ നടത്തിയ സംഭാഷണങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇത് ഏത് സാഹചര്യത്തിൽ നടന്ന ചാറ്റാണ് എന്നതിൽ വ്യക്തതയുണ്ടോ? എന്തൊക്കെയാണ് അതിൽ പറയുന്ന കാര്യങ്ങൾ സാജിദ്? ജിൽസി നൌഫൽ, ഈ കഴിഞ്ഞ നവംബറിലാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിലും പരാതി നൽകിയ യുവതിയും തമ്മിലുള്ള സംഭാഷണങ്ങൾ നടക്കുന്നത്. ഇത് ടെലിഗ്രാം വഴിയാണ് ഈ ചാറ്റ് മുഴുവൻ നടന്നിരിക്കുന്നത്. ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യ 2 പരാതി വന്നതിനെ കുറിച്ചാണ് യുവതി ആദ്യം ചോദിക്കുന്നത്. അത് എല്ലാം കെട്ടിച്ചമച്ചതാണ് എന്ന രീതിയിൽ രാഹുൽ പറയുകയും തുടർന്നുള്ള സംഭാഷണങ്ങളുടെ ആശയവിനിമയങ്ങളുടെ കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും രാഹുൽ പറയുന്നത് തനിക്കെതിരെ നിന്നവർക്കും കുടുംബത്തിനുമെതിരെ അതേ നാണയത്തിൽ തിരിച്ചു കൊടുക്കും എന്നുള്ളതാണ്. പേടിപ്പിക്കാൻ നീ എന്നല്ല, ലോകത്ത് ഒരു മനുഷ്യനും നോക്കേണ്ട, കുറ്റസമ്മതം നടത്താൻ താൻ തയ്യാറാണ്. അങ്ങനെ അതാണ് തന്റെ തീരുമാനം. അങ്ങനെ ഞാൻ മാത്രം മോശമാകുന്ന പരിപാടി നടക്കില്ല. ഞാൻ എല്ലാത്തിന്റെയും എക്സ്ട്രീം കണ്ടു കഴിഞ്ഞു നിൽക്കുകയാണ്. 1 മാസം മുന്നേ ആയിരുന്നു ഇതൊക്കെ എങ്കിൽ ഞാൻ മൈൻഡ് ചെയ്യുമായിരുന്നു. ഇമേജ് തിരിച്ചു പിടിക്കലൊന്നുമല്ല മോളെ എന്റെ ലക്ഷ്യം. അതൊക്കെ നിന്റെ തോന്നൽ മാത്രമാണ്. ഇനി ഞാൻ ഒന്നും സറണ്ടർ ചെയ്യില്ല എന്നുള്ളതാണ് തീരുമാനം എന്ന് തുടങ്ങി വിവിധ കാര്യങ്ങൾ പറയുന്നു. ഇതിന് ഇടയ്ക്ക് ഈ യുവതി രാഹുൽ മാങ്കൂട്ടത്തിനോട് പറയുന്നുണ്ട്, ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ തിരിച്ചെടുക്കുന്ന ദിവസം നേരിലൊന്ന് കാണണമെന്ന് യുവതി പറയുന്നുണ്ട്. മറ്റുള്ളവരുടെ ജീവിതം തകർത്തിട്ട് സൂപ്പർ ഹീറോ ആകാനാണ് ഈ രാഹുലിന്റെ ശ്രമമെന്നും യുവതി പറയുന്നുണ്ട്. താഴാവുന്നതിന്റെ മാക്സിമം താഴ്ന്നു എന്നും യുവതി ഈ ചാറ്റിൽ പറയുന്നു. ആ സമയത്താണ് ഈ രാഹുൽ ഈ വേണമെങ്കിൽ നീ പോയി ഒരു വാർത്താ സമ്മേളനം നടത്ത്, ആരെയാണ് പേടിപ്പിക്കുന്നത് എന്ന് ഓർക്കണം. അങ്ങനെ താൻ ഒന്നിനും പേടിക്കുന്ന ആളല്ലെന്നും തനിക്കൊന്നും നഷ്ടപ്പെടാനില്ലെന്നും നഷ്ടപ്പെടാനുള്ളത് യുവതിക്കാണ് എന്നുമാണ് പറയുന്നത്. എന്തായാലും ആ ചാറ്റിന് ശേഷം പിന്നീട് എന്ത് നടന്നു എന്നുള്ളതിൽ വ്യക്തതയില്ല. പിന്നീട് ഈ പരാതിയായാണ് വരുന്നത്. യെസ്, സാജിദ് അജ്മലാണ് വിവരം നൽകിയത്. അപ്പോൾ തന്നെ ലിജോ റോളൻസ് കൂടി ചേരുന്നുണ്ട്. ലിജോ, ഈ ജാമ്യാപേക്ഷ ഒപ്പം കസ്റ്റഡി അപേക്ഷ, ഈ 2 അപേക്ഷകളാണല്ലോ ഇന്ന് പ്രധാനമായും നമ്മൾ നോക്കേണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കസ്റ്റഡിയിൽ ലഭിക്കാനുള്ള അപേക്ഷ ഇന്ന് SIT നൽകുമോ? അതോടൊപ്പം തന്നെ ജാമ്യാപേക്ഷയും നൽകാൻ രാഹുൽ ഉദ്ദേശിക്കുന്നുണ്ടോ? നൗഫൽ, ഈ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുക എന്നുള്ളത് ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു കാര്യമാണ്. സ്വാഭാവികമായും ഇന്ന് അപേക്ഷ നൽകുമെന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും അറിയാൻ കഴിയുന്ന ഒരു കാര്യം എത്ര ദിവസത്തേക്ക് 5 മുതൽ 7 ദിവസം എന്നുള്ളതാണ് ഉദ്യോഗസ്ഥരിൽ ചിലരോട് സംസാരിച്ചപ്പോൾ അറിയാൻ കഴിയുന്ന കാര്യം. തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. ഈ തെളിവുകൾ ശേഖരിക്കാൻ ചിലപ്പോൾ 1 ദിവസം കൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. കഴിഞ്ഞ ദിവസമൊക്കെ വലിയ പ്രതിഷേധം കണ്ടതുകൊണ്ടാണ് എപ്പോഴാണ് ഒരുപക്ഷെ ആളൊഴിഞ്ഞ ഒരു രാത്രി സമയത്തൊക്കെ ഈ ഹോട്ടലിലൊക്കെ എത്തിച്ച് തെളിവെടുക്കുക എന്നുള്ളൊരു വഴിക്ക് ആയിരിക്കും ഈ അന്വേഷണ സംഘം പോവുക എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. കസ്റ്റഡി അപേക്ഷ നൽകും. കസ്റ്റഡി അപേക്ഷ നൽകിക്കഴിഞ്ഞാൽ അത് അംഗീകരിച്ച് ലഭിക്കുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷയായി വരുന്നത്. പക്ഷേ മറുവശത്ത് പ്രതിഭാഗവും വാദങ്ങളുമായി നിൽക്കുന്നുണ്ട്. കൃത്യമായി സഹകരിച്ചു കൊണ്ടിരുന്ന ഒരാളെ എന്തിനാണ് ഇത്തരത്തിൽ ഈ ഒരു വലിയൊരു ആൾക്കൂട്ടം പോലെയൊക്കെ ഉണ്ടാക്കി ഇത്തരത്തിൽ അറസ്റ്റിലേക്ക് പോകുന്നു? അവിടെ എപ്പോഴും അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു, ഒളിവിൽ പോയിരുന്ന ഒരാളൊന്നും അല്ലായിരുന്നു. അങ്ങനെ ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളൊക്കെ വേണമെന്നൊക്കെ പ്രതിഭാഗത്തിന്റെ വാദമായി പറയുന്നുണ്ട്. പക്ഷേ കോടതിയിൽ ഇന്ന് ആ കസ്റ്റഡി അപേക്ഷ വന്നാൽ പോലും അതിനെ എതിർത്തുകൊണ്ട് തന്നെയായിരിക്കും പ്രതിഭാഗം നിൽക്കുക. ഈ അന്വേഷണവുമായി സഹകരിക്കുകയും ചെയ്യുന്നുണ്ട്. വൈദ്യപരിശോധനയ്ക്ക് വേണ്ടുന്ന എല്ലാ സമ്മതവും നൽകുകയും ചെയ്ത ഒരാളിനെ കസ്റ്റഡിയിൽ വിട്ടുകൊടുക്കരുത് എന്നുള്ളൊരു കാര്യമായിരിക്കും ആവശ്യപ്പെടുക. അതിന് പിന്നാലെ ആദ്യം കസ്റ്റഡി അപേക്ഷ വന്നു കഴിഞ്ഞാൽ അതിലൊരു തീർപ്പുണ്ടായതിനു ശേഷമായിരിക്കും ജാമ്യ ഹർജി പരിഗണിക്കുക. ജാമ്യം അനുവദിക്കണമെന്നുള്ളത് പറയുന്നുണ്ട്. ജാമ്യത്തിനായി പറയുന്ന കാര്യങ്ങളൊക്കെ ഇതൊക്കെ തന്നെയാണ്. സഹകരിക്കുന്ന ഒരാളാണ്, മാത്രവുമല്ല ഇത് തൻ്റെ ടാമ്പർ ചെയ്ത്, അതായത് തൻ്റെ ആ ഒരു പേര് മോശമാക്കുന്നതിന് വേണ്ടിയൊക്കെ ക്രിയേറ്റ് ചെയ്തെടുത്തിരിക്കുന്ന ഒരു കാര്യമെന്നുള്ളതൊക്കെയാണ് പ്രതിഭാഗം വാദങ്ങളായി ഉന്നയിക്കുന്നത്. ഇതിനൊരു പ്രോസിക്യൂഷൻ
പ്രോസിക്യൂഷന് ശക്തമായി മറുപടി ഉണ്ടാകും. അക്കാര്യങ്ങൾ സ്ഥിരം ഈ ഇത്തരത്തിൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ഒരാളുടെ ജാമ്യം നൽകിയതെന്നുള്ളതായിരിക്കും പ്രോസിക്യൂഷൻ ഉയർത്താൻ പോകുന്ന വാദം. എന്തായാലും 11 മണിയോടുകൂടെ തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയിൽ ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ആരംഭിക്കുകയും ചെയ്യും. കസ്റ്റഡി അപേക്ഷ വന്നാൽ ആദ്യം അതിന് പിന്നാലെ ആയിരിക്കും ഒരുപക്ഷെ ജാമ്യ ഹർജി എന്ന് പരിഗണിച്ചാൽ അത് വാദത്തിലേക്ക് പോകുമോ മറ്റൊരു തീയതിയിലേക്ക് മാറ്റിവെക്കാനുള്ള ഒരു സാധ്യതയാണുള്ളത്. അന്വേഷണ സംഘം എന്തായാലും കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണം, തെളിവുകൾ ശേഖരിക്കണം എന്നുള്ള ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. നൗഫൽ.